നമ്മുടെ മുഖ്യധാരാ ചലച്ചിത്ര പ്രവർത്തകരിൽ ഭൂരിഭാഗത്തിൻ്റെയും തെറ്റിദ്ധാരണകളിലൊന്നാണ് സിനിമ വിജയിക്കുന്നത് പാട്ട്, ഡാൻസ്, സ്റ്റണ്ട് തുടങ്ങി വിവിധ ഫോർമുലകളാണെന്നത്. മാറിയ ന്യൂജൻ സിനിമാ കാലത്ത് കുറേയൊക്കെ ഇതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പൂർണ്ണമായ അതിൻ്റെ സ്മാരകശിലകൾ സിനിമാ മേഖലയിൽ നിന്ന് ഇല്ലാതായിട്ടില്ലെന്നതാണ് സങ്കടം. ഇതുകൊണ്ട് ട്രെൻഡിനനുസരിച്ചുള്ള സിനിമാ നിർമ്മാണം എന്ന ശാപം മോളിവുഡിൽ നിന്ന് വിട്ടുപോകാത്തത്. അങ്ങനെയാണ് മലയാള സിനിമാ പ്രവർത്തകർക്ക് പലപ്പോഴും തങ്ങളുടെ സൃഷ്ടിയോട് കാണിക്കേണ്ട ആത്മാർത്ഥത, ഹോംവർക്ക് എന്നിവ ഇല്ലാതാകുന്നതും. മറിച്ച് തങ്ങൾക്ക് പറയാനുള്ള പ്രമേയം ഒരു കലാസൃഷ്ടി എന്ന നിലക്ക് സത്യസന്ധമായി അവതരിപ്പിച്ചാൽ അത് ജനങ്ങളുടെ മനസ്സിലും സിനിമാ നിർമ്മാതാവിൻ്റെ കീശയിലും കയറുമെന്ന തിരിച്ചറിവ് സിനിമാ ലോകത്തിന് നൽകുന്നുവെന്നതുകൊണ്ട് കൂടിയാണ് സർവം മായം എന്ന ചലച്ചിത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ നമ്മൾ നിർബന്ധിതരാകുന്നത്. വെൽക്കം ടു സിനിമ ഇൻസൈറ്റ്. പറയാനുള്ളവ യാഥാർത്ഥ്യം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് പൂർണ്ണതയിലേക്ക് എത്തുവാൻ ഫാൻറ്റസിയിലേക്കടക്കം സിനിമാ പ്രവർത്തകർ സഞ്ചരിക്കുന്നത്. എന്നാൽ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കൈവിട്ടു പോകാവുന്നതുമാണ് ഇത്. ഇങ്ങനെയാണ് അടുത്ത കാലത്ത് പുതുമയ്ക്ക് വേണ്ടി പ്രേതങ്ങളെ വൈറസും ബാക്ടീരിയയും ഒക്കെയായി അവതരിപ്പിക്കുന്നിടത്ത് നമ്മുടെ ന്യൂജൻ സിനിമകൾ പോലും എത്തിയത്. ഈ നിലക്ക് നോക്കുമ്പോഴും സർവം മായം ഏറെ കയ്യടികൾ നൽകേണ്ട സിനിമയാണ്. കാരണം ഇതിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്ന് പ്രേതമാണ്. പക്ഷേ ഭൂമിയിൽ നിന്ന് ഉയർന്നു നിന്ന് പാലപ്പൂമര ചുമട്ടിൽ നിന്നട്ടഹസിക്കുന്ന പ്രേതമല്ല, മറിച്ച് മനുഷ്യർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും എല്ലാ മാനുഷിക വികാരങ്ങളുമുള്ള ഓരോ മാനസികാനുഭവം എന്ന ശാസ്ത്രീയതയിലേക്കാണ് തന്നെയാണ് ആത്യന്തികമായി ഈ പ്രേതം വന്നു ചെന്നെത്തുന്നത്. സിനിമയിൽ ആത്യന്തികമായി നിറഞ്ഞു നിൽക്കേണ്ടത് അതിലെ കഥാപാത്രങ്ങളുടെ മാനുഷിക ഗന്ധമുള്ള ജീവിതങ്ങളാണ്. എന്നാൽ പലപ്പോഴും പലവിധ മായാക്കാഴ്ചകളിലുമാണ് നമ്മുടെ സിനിമകൾ സഞ്ചരിക്കുന്നത്. ഇതാണ് ഒരു കലാസൃഷ്ടി എന്നതിൽ നിന്ന് പൂർണ്ണമായും നമ്മുടെ സിനിമയെ ഇല്ലാതാക്കി വെറുമൊരു വ്യവസായം മാത്രമാണെന്ന കാഴ്ചപ്പാടിലേക്കും എത്തിക്കുന്നത്. ഇതിനെയാണ് പേരിൽ സർവം മായം എന്ന് പറയുമെങ്കിലും മായമില്ലാത്ത ജീവിത കാഴ്ചകളിലൂടെ ഈ സിനിമ പൊളിച്ചെടുക്കുന്നത്. സിനിമയിലെ സാമൂഹ്യ കാഴ്ചകളെക്കുറിച്ച് സൂക്ഷ്മമായി അപഗ്രഥിക്കുമ്പോൾ ചില രാഷ്ട്രീയ വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടി വരുന്നുണ്ടെങ്കിലും അതിനെയും പലപ്പോഴും ഈ സിനിമ കാഴ്ചയിൽ മറികടക്കുന്നുണ്ട്. രഘുനാഥ് പാലേരിയെ പോലുള്ള മുഖ്യ കഥാപാത്രങ്ങളല്ലാത്തവരുടെയും പുതിയ മുഖമായ റിയ ഷിബുവിനെ പോലത്തെ അഭിനേത്രികളുടെയും അഭിനയവും ഇതുപോലെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ചിത്രത്തിൻ്റെ വസ്ത്രാലങ്കാരം, പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ കോസ്റ്റ്യൂം. ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതവും ഏറെ എടുത്തു പറയേണ്ടുന്ന വ്യത്യസ്തമായ ഒന്നാണ്. ഗാനത്തിലെ വരികൾക്ക് സംഗീതം എത്രത്തോളം നിർബന്ധമാണ് എന്നുള്ളതും എന്നും ഒരു ചർച്ചാ വിഷയമാണ്. പക്ഷേ ഇതിലെ അവസാന ഗാനം വരികളുടെ മനോഹാരിത കൊണ്ട് സംഗീതത്തെ രണ്ടാം സ്ഥാനത്തിലെത്തിക്കുകയാണ്. ആവശ്യമുള്ളിടത്ത് മാത്രമാണ് ഈ പാട്ടിൽ സംഗീതം കയറി വരുന്നത്. കലാത്മക സിനിമ എന്നാൽ മനുഷ്യൻ്റെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത വെറും അക്കാദമിക് പരീക്ഷണങ്ങളല്ല, മറിച്ച് നിത്യജീവിതത്തിലെ സാധാരണ ചുറ്റുപാടുകളിലെ ജീവിത പരിസരങ്ങളിലൂടെയും കാഴ്ചക്കാരൻ്റെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും കയറുന്നവ കൂടിയാണെന്നതാണ് ആത്യന്തികമായി സർവം മായം നമുക്ക് മുന്നിലേക്ക് ഇട്ടുതരുന്നത്. 2 മണിക്കൂർ രസിച്ചിരിക്കാനാണ് നാം സർവം മായത്തിന് ടിക്കറ്റ് എടുക്കുന്നതെങ്കിലും രസിപ്പിനോടൊപ്പം തിയേറ്റർ കാഴ്ചക്കപ്പുറത്തേക്ക് ചാടുന്ന ഒരു കലാസൃഷ്ടി എന്നതിലേക്കും പ്രേക്ഷകന്റെ ബോധത്തെ കൊണ്ടുപോകുവാൻ അഖിൽ സത്യൻ എന്ന സിനിമാ പ്രവർത്തകന് സാധിച്ചു എന്നുള്ളത് കൂടിയാണ് സർവം മായത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രധാന കാര്യം.